കാർഷിക വാർത്തകൾ. നാടൻ കുരുമുളകിന് വില ഉയരുന്നു. ഈസ്റ്റർ കഴിയുന്നതോടെ കൂടുതൽ ഓർഡറുകൾ എത്തിത്തുടങ്ങും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വൻകിട സ്റ്റോക്കിസ്റ്റുകൾ നാടൻ കുരുമുളക് സംഭരിക്കാൻ വില ഉയർത്തിയിരിക്കുകയാണ്. വിലക്കയറ്റത്തിനിടയിലും ചെറുകിട വിപണികളിലും ടെർമിനൽ മാർക്കറ്റിലും ലഭ്യത ചുരുങ്ങി നിന്നത് വാങ്ങലുകാരെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. 3 ദിവസം കൊണ്ട് 600 രൂപ വർദ്ധിച്ച് അൺഗാർബിൾഡ് കുരുമുളകിന് 71,900 രൂപയായി. ഇതിനിടയിൽ ഈസ്റ്റർ കഴിയുന്നതോടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും വൻ ഓർഡറുകൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് വിയറ്റ്നാമിലെ കയറ്റുമതിക്കാർ. വിളവെടുപ്പ് പുരോഗമിക്കുകയാണെങ്കിലും കയറ്റുമതി മേഖലയുടെ ആവശ്യാനുസരണം മുളക് വിൽപ്പനയ്ക്ക് ഇറങ്ങുന്നില്ല. വിദേശ ഡിമാൻഡ് കണക്കിലെടുത്താൽ വൈകാതെ ആഗോള വിപണിയിൽ നിരക്ക് ഇനിയും ഉയരാം. വിയറ്റ്നാം മാർച്ചിൽ മൊത്തം 20,244 ടൺ കുരുമുളക് കയറ്റുമതി നടത്തി. ഏപ്രിലിൽ കയറ്റുമതി ഉയർത്താനുള്ള ശ്രമത്തിലാണവർ. ഫെബ്രുവരിയെ അപേക്ഷിച്ച് മാർച്ചിൽ കയറ്റുമതി 41% വർദ്ധിച്ചു. അമേരിക്കയും ഇന്ത്യയുമാണ് ഇറക്കുമതിയിൽ മുൻപന്തിയിലുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കറുത്ത തക്കാളിക്ക് പ്രിയമേറുന്നു. പ്രധാന ഉൽപ്പാദകരായ പാകിസ്ഥാനും യൂറോപ്യൻ രാജ്യങ്ങൾക്കും നേട്ടം. അമേരിക്കയിൽ കാട്ടുതക്കാളിയിൽ നിന്ന് വികസിപ്പിച്ച ബ്ലാക്ക് ബ്യൂട്ടി എന്ന കറുത്ത തക്കാളിയാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. പാകിസ്ഥാനിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമാണ് ഇത് കൃഷി ചെയ്യുന്നത്. കേരളത്തിൽ അപൂർവമായുണ്ടെങ്കിലും വ്യാപകമായിട്ടില്ല. ഓക്സിഡന്റുകളും വൈറ്റമിനുകളും ഏറെയുള്ളതാണ് കറുത്ത തക്കാളി. കേരളത്തിൽ വയനാട് പോലുള്ള പ്രദേശങ്ങൾ ഈ തക്കാളി കൃഷിക്ക് അനുയോജ്യമാണെന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ കഠിനമായ തണുപ്പും പറ്റില്ല. വിണ്ടുകീറൽ, പൂവുചീയൽ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ കറുത്ത തക്കാളിക്കുണ്ട്. കൂടാതെ ഫംഗസ് രോഗങ്ങൾക്കും സാധ്യത കൂടുതലാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കടൽ വഴി ആദ്യമായി ഇന്ത്യയുടെ മാതള നാരങ്ങ അമേരിക്കയിലേക്ക്. 14 ടൺ മാതളമാണ് കടൽ കടന്നത്. സാധാരണ വ്യോമമാർഗമാണ് പല ഉൽപ്പന്നങ്ങളും ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത്. എന്നാൽ ഇത് ആദ്യമായാണ് കടൽ മാർഗം മാതള നാരങ്ങ അമേരിക്കയിലെത്തുന്നത്. ചെലവ് കുറവാണെന്നതാണ് പ്രധാന കാരണം. 4620 പെട്ടികളിലായാണ് കയറ്റി അയച്ചിരിക്കുന്നത്. 2023 ഇന്ത്യയിൽ നിന്നുള്ള മാതള നാരങ്ങയ്ക്ക് US വിപണി പ്രവേശനം അനുവദിച്ചത്. ഇതിനു മുമ്പ് ഇന്ത്യ ഓസ്ട്രേലിയയിലേക്കും കടൽ മാർഗം മാതളം കയറ്റുമതി ചെയ്തിട്ടുണ്ട്. ഉയർന്ന മൂല്യമുള്ള സാംഗോള, ഭഗവ എന്നീ മാതള നാരങ്ങകളുടെ ഓസ്ട്രേലിയയിലേക്കുള്ള ആദ്യ കയറ്റുമതി ഇന്ത്യ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. ഈ നീക്കം ഓസ്ട്രേലിയയിലെ സംശുദ്ധ ഫലവിപണിയിലേക്കുള്ള ഇന്ത്യയുടെ പ്രവേശനം കൂടുതൽ എളുപ്പമാക്കി. ഇതിന്റെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ അമേരിക്കൻ വിപണിയിലേക്കുള്ള കയറ്റുമതി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വൈക്കോലിന് ആവശ്യക്കാരില്ല. പലരും പാടത്തു തന്നെ വൈക്കോൽ ഉപേക്ഷിക്കുന്നു. ക്ഷീര കർഷകർക്കും ഇത് വേണ്ടാത്ത സ്ഥിതിയാണ്. അപ്പർ കുട്ടനാട്ടിൽ പുഞ്ചക്കൊയ്ത്ത് പുരോഗമിക്കുമ്പോൾ പാടശേഖരങ്ങളിൽ വൈക്കോലിന് ആവശ്യക്കാരില്ല. വൈക്കോൽ വേണ്ടെന്ന നിലപാടിലാണ് ക്ഷീര കർഷകർ. വൈക്കോലിന്റെ പ്രധാന ആവശ്യക്കാരായിരുന്ന ക്ഷീര കർഷകർ തിരിഞ്ഞു നോക്കുന്നില്ല. പശു വളർത്തലിൽ നിന്ന് കർഷകർ പിന്മാറുന്നതാണ് പ്രധാന കാരണം. അധ്വാനത്തിനനുസരിച്ച് ആദായം ലഭിക്കാത്തതുമൂലമാണ് പലരും പശു വളർത്തൽ ഉപേക്ഷിക്കുന്നത്. വൈക്കോൽ വിൽപ്പന നെൽകർഷകർക്ക് ചെറിയ തോതിലാണെങ്കിലും അധിക വരുമാനം നൽകുന്നതാണ്. നിലവിൽ വളരെ കുറച്ചുപേർ മാത്രമാണ് വൈക്കോൽ എടുക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നും വൈക്കോൽ വരുന്നുണ്ടെന്ന ആക്ഷേപവും ശക്തമാണ്. കുട്ടനാട്ടിൽ മാത്രമല്ല, സംസ്ഥാനത്തിന്റെ പല പാടശേഖരങ്ങളിലും വൈക്കോൽ വ്യാപകമായി ഉപേക്ഷിക്കപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മെച്ചപ്പെട്ട വില ഉറപ്പാക്കാനാകാതെ റബ്ബർ കർഷകർ. റബ്ബറിന്റെ കരുതൽ ശേഖരം ഇടിഞ്ഞു. ഓഫ് സീസൺ കാലയളവായതിനാൽ അല്പം മെച്ചപ്പെട്ട വില ഉറപ്പുവരുത്താനാകുമെന്ന നിഗമനത്തിലായിരുന്നു കേരളത്തിലെ റബ്ബർ ഉൽപ്പാദകർ. ജനുവരിക്ക് ശേഷം പ്രതികൂല കാലാവസ്ഥ മൂലം കാര്യമായ ടാപ്പിംഗിന് അവസരം ലഭിക്കാത്തതിനാൽ ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ റബ്ബറിന്റെ കരുതൽ ശേഖരം നാമമാത്രമാണ്. ഈ വർഷം ഇതുവരെ റബ്ബർ വില 200 രൂപയ്ക്ക് മുകളിൽ ഇടപാടുകൾ നടന്നത് ഏതാനും ദിവസങ്ങളിൽ മാത്രമാണ്. ടാപ്പിംഗ് നടന്ന സന്ദർഭങ്ങളിൽ സീസൺ എന്ന പേരിൽ വിലയിടിച്ച വ്യവസായികൾ ഓഫ് സീസണിൽ വിദേശത്തെ തളർച്ചയുടെ പേരിലും റബ്ബറിനെ മുന്നേറാൻ അനുവദിച്ചില്ല. ഏറെ പ്രതിസന്ധികളെ മറികടന്ന് മാസാരംഭത്തിൽ കിലോ 200 മുകളിൽ ഇടം കണ്ടെത്തിയ മികച്ച ഇനം ഷീറ്റിനെ അതിവേഗത്തിലാണ് 195ലേക്ക് വാങ്ങലുകാർ ഇടിച്ചത്. നിലവിൽ ഉൽപ്പാദന മേഖലകളിൽ കാര്യമായ നീക്കിയിരിപ്പില്ല. പുതിയ ടാപ്പിംഗ് സീസണിനായി ജൂൺ വരെ കാത്തിരിക്കണം. അതായത് മുന്നിലുള്ള 1.5 മാസക്കാലയളവിൽ വൻതോതിൽ റബ്ബർ സംഭരിക്കാൻ വ്യവസായികൾ വിപണികൾ ഉറച്ചുനിന്നാൽ പോലും കാര്യമായ ചരക്ക് ലഭിക്കാത്ത അവസ്ഥയാണ്. ചൈന അമേരിക്ക വിഷയം ഉയർത്തിപ്പിടിച്ച് ഊഹക്കച്ചവടക്കാർ ജപ്പാനിൽ റബ്ബർ അവധി വിലകൾ കിലോ 348 yen നിന്നും 280 വരെ ഇടിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.